ജാസി ആൻഡ് അഷി ഈ വിഷയത്തിനെ പറ്റി എടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് കുറേ ദിവസമായിട്ട് കമൻസ് വരുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഈ വിഷയം എടുക്കാത്തതിൻ്റെ റീസൺ ഇത് പറയുമ്പോൾ എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ആ വിഭാഗത്തിനെ അവഹേളിക്കുന്നതിന് തുല്യമായി പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. ഒന്നാമത്തെ കാര്യം, ഇവർക്ക് ഹോർമോൺ ഇൻബാലൻസ് മാത്രമല്ല തലച്ചോറിൽ എന്തൊരു ഇൻബാലൻസ് ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പൊതുവിൽ ഇവരുടെ ഒരു പ്രവൃത്തി കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പെണ്ണാകാനുള്ള അവരുടെ ഒരു ത്വരയുണ്ടല്ലോ, അത് സത്യത്തിൽ പെണ്ണെന്താണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. സ്ത്രീ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരാളും അടുത്ത ജന്മമൊന്നുമല്ല, ഇനി ഒരു 10-15 ജന്മത്തേക്ക് പോലും സ്ത്രീയാകാൻ ആഗ്രഹിക്കില്ല. അത്രത്തോളം ട്രബിളിലാണ് ഓരോ സ്ത്രീയും ഓരോ മാസവും കടന്നു പോകുന്നത്. അത് ഞാൻ മെൻസ്ട്രേഷൻ വെച്ച് മാത്രമല്ല, അല്ലാതെ തന്നെ ഒരുപാട് ശാരീരിക അസ്വസ്ഥങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു വ്യക്തി തന്നെയാണ് സ്ത്രീ. പല പരിമിതികളും പൊതുസമൂഹം സ്ത്രീകൾക്ക് കൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ കാരണവും അവൾ സ്ത്രീ എന്നുള്ളത് തന്നെയാണ്. ഒരു ബെനിഫിറ്റ് ഉണ്ട്, ഏറ്റവും കൂടുതൽ സ്നേഹം, സംരക്ഷണം, സപ്പോർട്ട് ഒക്കെ കിട്ടുക സ്ത്രീകൾക്ക് തന്നെയാണ്, സ്വാഭാവികം. പക്ഷേ അതിന് അവർ അർഹരായതുകൊണ്ടാണ് അവർക്ക് അതങ്ങനെ കിട്ടുന്നത് എന്നുള്ളതാണ്. അത് കണ്ട് മഞ്ഞളിച്ചിട്ടാണ് പലരും ഈ പേക്കൂത്തും കൊണ്ട് ഇറങ്ങുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ട്രാൻസ് എന്ന് പറയുമ്പം നമുക്ക് അവരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓട്ടിസം ബാധിച്ച കുട്ടികളെ നമുക്ക് അവരുടെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവുന്നില്ലേ? അതുപോലെ തന്നെയാണ് ട്രാൻസിനെയും നമുക്ക് അവരെ മനസ്സിലാവും. അവരുടെ സ്ത്രൈണത നിറഞ്ഞ സംസാരം, അവരുടെ ആ അംഗവിക്ഷേപ ചലന, ഇതൊക്കെ നമുക്ക് മനസ്സിലാകും. ഇതൊന്നും അല്ലാത്ത കുറേ പേര് അവർ ട്രാൻസ് ആണെന്ന് അഭിനയിച്ചുകൊണ്ട് ഇറങ്ങി നടക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഏകദേശം ആണുങ്ങളാണ് അത് ചെയ്യുന്നതെങ്കിൽ, പെണ്ണാകാനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 100% അവർക്ക് ഈ ഗേ സെക്ഷലിന് താല്പര്യമുള്ളവരാണ്, അല്ലാതെ പെണ്ണാകാനായിട്ടുള്ളവരല്ല. പെണ്ണാണെങ്കിൽ പൂർണ്ണമായി നമുക്കത് മനസ്സിലാകും. മുടി നീട്ടി വളർത്തിയത് കൊണ്ട് പെണ്ണാകത്തില്ല. ലിപ്സ്റ്റിക് ഇട്ടത് കൊണ്ടോ സാരി ഉടുത്തത് കൊണ്ടോ വയറ് കാണിച്ചും മിൽമ കാണിച്ചുമൊക്കെ വസ്ത്രം ധരിച്ചത് കൊണ്ടൊന്നും പെണ്ണാകത്തില്ല. പെണ്ണ് എന്താണെന്ന് പോലും അറിയാത്ത ഒരു വിഭാഗമാണ് ട്രാൻസിലുള്ള പെണ്ണുങ്ങളെന്ന് ഞാൻ പറയും. അപ്പം നമുക്ക് അതല്ല വിഷയം, അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം. ഇത് ആഷി. ഈ ആഷി എന്ന് പറയുന്നവനും ഇവർ രണ്ടുപേരുടെ ചേർന്നിട്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് ഒരു വീഡിയോ പറയുന്നുണ്ട്. അതൊന്ന് ആദ്യം കേൾക്കാം. ഹലോ, അസ്സലാമലൈക്കും. ജാസിൻ ആഷിയാണ് കേട്ടോ. ഇപ്പോ സോഷ്യൽ മീഡിയയിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ കിംവദന്തികൾ പരന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ക്ലിയറൻസ് കൊടുക്കാനാണ് ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഇതിന്റെ ഫുൾ വീഡിയോ ഞങ്ങൾ യൂട്യൂബ് ചാനൽ ഓർഡർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും നോക്കി നമുക്ക് മനസ്സിലാവും. കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ പറയുകയാണ്. ഇപ്പോൾ ആഷിയുടെ ഉമ്മാന്റെ വോയിസ് ഇങ്ങനെ കളിക്കുന്നുണ്ടല്ലോ, അറിയാം, കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. അത് ആഷിയുടെ ഉമ്മാന്റെ വോയിസ് തന്നെയാണ്. അതിപ്പോ ആഷിയുടെ ഉമ്മ എന്നല്ല, ആ ഉമ്മാന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും പറയുന്ന ഒരു കാര്യമാണ് അതിന് ഓരോ ഉമ്മ പറഞ്ഞുള്ളൂ. കാരണം ഉമ്മക്ക് വേണ്ടത് എന്നെ ഒഴിവാക്കിയിട്ട് ആഷിയുടെ ഉമ്മാനത്തേക്ക് പോകണം. പക്ഷെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, പിരിയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതിന്റെ ക്ലിയറൻസ് നമ്മൾ യൂട്യൂബിൽ പോയി നോക്കുക. പിന്നെ അതിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഉമ്മാന്റെ വോയിസ് ഇറക്കിയത് ഒന്നാമത് വളരെ മോശമുള്ള കാര്യമാണ്. കാരണം അത് പിന്നെ എന്റെ ഒരു ഇമേജ് തകർക്കുക, അതാണ് ഒരു മെയിൻ മോട്ടിവേഷൻ. ക്യാപ്ഷൻ നോക്കിയാൽ സപ്പോർട്ട് ചെയ്യുന്നവർ അങ്ങനെ. അപ്പൊ അത് ഒന്ന് ക്ലിയറൻസ് കൊടുക്കേണ്ടതായിരുന്നു. പിന്നെ രണ്ടാമതൊരു കാര്യം, എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്നെ, കാരണം ഞാൻ വലിയ മനസ്സാക്ഷിയില്ലാത്ത ആളൊന്നുമില്ല. ഒരാൾ കരഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ എന്റെ പ്രശ്നങ്ങളായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ജാസി എന്ന് പറയുന്നത്. എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് അറിയാം. അതിൽ പറയുന്നുണ്ട് ജാസി ഒരിക്കലും പെണ്ണാവുന്നില്ല. ജാസി, ഞാൻ ഈ കൊച്ചിയിൽ നിൽക്കുന്ന കാരണം അവിടെ മെഡിസിറ്റിലാണ് മെഡിസിൻ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്, ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അപ്പോൾ അതിനോടാണ് ഞാൻ കൊച്ചി വന്ന് നിൽക്കുന്നത്. എനിക്ക് അങ്ങനെ പെണ്ണാവേണ്ട എന്നുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ഓരോ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ അപ്ഡേറ്റ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ആളാണ്. ഇപ്പോഴത്തെ ലേസർ പോയിട്ടുള്ള വീഡിയോസ് കൂടി ഞാൻ അത്രയും വേദനയുള്ള ലേസർ അടക്കം ഞാൻ ചെയ്യുന്നത് എന്താണ്, എനിക്ക് വേദന, സത്യം എനിക്ക് വേദന സഹിക്കുന്ന ഇഷ്ടമല്ല. കാരണം ഷൈനി കീറി മുറിക്കുന്നത് എനിക്ക് പേടിയാണ്. പക്ഷെ എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ആ ഉമ്മാക്ക് തീർത്തും താല്പര്യമില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണമുണ്ട്. എനിക്ക് ഇതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ പയ്യനെ സത്യത്തിൽ ഈ പെണ്ണ് ട്രാപ്പിലാക്കി വെച്ചിരിക്കുന്നതെന്ന്. പെണ്ണാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല കേട്ടോ. ഇങ്ങനെ അഗ്രസീവായ ഒരു സ്ത്രീ ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. ഏതായാലും ഈ പറയുന്ന ആഷിയെ ജാസി ട്രാപ്പ് ചെയ്ത് കൂടെ വെച്ചിരിക്കുന്നതാണെന്ന് ഏത് പൊട്ടിച്ചാത്തനും അറിയാൻ പറ്റും. ഞാൻ ഇതിന്റെ കമന്റ്സ് നോക്കിയപ്പോൾ എനിക്ക് കമന്റ്സിൽ നിന്ന് കിട്ടിയ ഒരു വീഡിയോ ആണ് ഇത്. എനിക്ക് ഇങ്ങനെ പുറത്തു വരണം. അതിനുവേണ്ടി ഒരുപാട് അടിയൊക്കെ കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് വീട്ടുകാരൊക്കെ തിരിച്ച് വന്നാൽ പറയുന്നത്. പിന്നെന്താ, ഈ റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഫ്രണ്ടായിട്ട് അതുവരെ കണ്ടത്. പിന്നെ അവൻ പറഞ്ഞാൽ എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കണം, അങ്ങനെ അവൻ്റെ ഒരു അക്കൗണ്ട്, പിന്നെ അവൻ്റെ ഒരു ഇതിന് വേണ്ടി നിൽക്കുന്നത്. എല്ലാ വീഡിയോസും കണ്ട ഗൈസിന് അറിയാം, ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത വീഡിയോസ് എല്ലാം അറിയാലോ. ഞാൻ കൂടുതൽ ആക്ട് ചെയ്യാൻ നടക്കില്ല. ഞാൻ ഷോപ്പിൽ പ്രൊമോഷൻ കയറിയിരിക്കുന്നത്. ആ പ്രൊമോഷന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോക്ക് നിൽക്കുന്ന നടക്കാം. ഓക്കെ, പ്രൊമോഷൻ കൊണ്ട് ഞാൻ വീഡിയോക്ക് നിൽക്കുന്ന നടക്കാം. പിന്നെന്താ, എനിക്ക് വേറെ ജോബ് കിട്ടിയാൽ സെറ്റായി നാട്ടിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ ഇവൻ്റെ നാട്ടിലേക്ക് വിട്ടില്ല. എൻ്റെ പാസ്പോർട്ടൊക്കെ വാങ്ങി വെച്ച് ഭയങ്കര ബ്ലോക്കിങ്. അപ്പോൾ ഒരു ഹെൽപ്പിന് വേണ്ടി തന്നെ നന്ദിനി റെഡ്ഡി വന്ന പെൺകുട്ടിനെ പോയി കണ്ട് സംസാരിച്ചപ്പോൾ അവളെ ഹെൽപ്പ് ചെയ്യാം. നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ട് ഗൈസ്, ഇവിടെ ഭയങ്കര പെയിനാണ്. അതൊക്കെ കടിച്ച് പാടാണ്. ഇതന്നെ കടിച്ച് മൊബൈലിൽ വെച്ച് കുത്തിയതാണ്. പിന്നെ ഇതൊക്കെ അടിക്കുമ്പോൾ ഇതൊക്കെ പാടുന്നു ഗൈസ്. പിന്നെന്താ, സത്യം പറഞ്ഞാൽ 3 മിനിറ്റ് ഉള്ള വീഡിയോ ഫുള്ളായി സംസാരിക്കാൻ പറ്റില്ല. ഞാൻ അടുത്ത എന്തായാലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. കൂടെ ഒരു കമന്റുമുണ്ട്, ആ കമന്റ് ഒന്ന് വായിക്കാം. നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ഇങ്ങനെ നിനക്ക് മാറ്റി മാറ്റി ഓരോന്ന് പറയാൻ കഴിയുന്നു. നീ കുണ്ടന്മാർക്ക് പോലും ഒരു അപമാനമാണ്. വെറുതെ ജസീറിന്റെ ചിലവിൽ അവന്റെ കീപ്പായി ജീവിക്കാതെ പോയി പണിയെടുത്ത് പെറ്റമ്മയും നോക്കി മാന്യമായി ജീവിക്കടാന്നാറി. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ തന്നെ ഉണ്ട്. എന്താണ് ഈ ഒരു വീഡിയോയിൽ കൂടെ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. ഇതിനകത്ത് ഞാൻ എൻ്റെ അഭിപ്രായം പറയാനാണ്.
ഇതേപോലെ തന്നെയാണ് മറ്റേ ആദില നൂറ കേസ്. അതിൽ ഒരു പെണ്ണിനേ ഉള്ളൂ അസുഖം, മറ്റതിന് ഇല്ല. അസുഖമാണോ എന്ന് ചോദിച്ചാൽ ഇത് അസുഖം പോലെയല്ല. ഇതിപ്പോൾ നമ്മളിപ്പം ബൈ ബർത്തിൽ പല മിസ്റ്റേക്കുകൾ വരാറില്ലേ, സയാമീസ് ഇരട്ടകളായിട്ട് ജനിക്കാറുണ്ട്, ഊനങ്ങൾ അംഗവൈകല്യം മൂലം കുട്ടികൾ ഉണ്ടാകാറുണ്ട്, ചിലതിന് ഓട്ടിസം ബാധിക്കാറുണ്ട്. അതുപോലൊരു അവസ്ഥ തന്നെയാണ് ഇത്. ആൺ ഹോർമോൺ അധികമുള്ള പെൺ ശരീരം ജനിക്കുന്നു, പെൺ ഹോർമോൺ അധികമുള്ള ആൺ ശരീരം ജനിക്കുന്നു എന്നുള്ളത് അത് ജനറ്റിക്കൽ ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ അത് ഒന്നും ചെയ്യാനാകത്തില്ല. അവരെങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ അവരെ അങ്ങോട്ട് വിടുക എന്നതിനപ്പുറം അത് നമുക്ക് അവരെ മാറ്റിക്കൊണ്ടുവരാനോ അവരെ അതിൽ നിന്ന് തിരുത്താനോ സാധിക്കുന്നതല്ല. നിർബന്ധമായി അവരെ തിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് അവർക്കൊരു വല്ലാത്ത ഒരുതരം അഗ്രഷൻ ഉണ്ടാകുന്നത്. അത് നമ്മൾ അവോയ്ഡ് ചെയ്യാണ് വേണ്ടത്. ഇവരെ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. മറ്റേ പുള്ളിക്കാരത്തിയായിട്ട് അഭിനയിക്കുന്ന അയാളുടെ കുടുംബക്കാരെയൊന്നും നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. പിന്നെ എന്തൊക്കെയോ ട്രീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു വീഡിയോ മുൻപെടുത്ത് റിയാക്ട് ചെയ്തതിനകത്ത് നിങ്ങളുടെ ജനറ്റിക് ഇത് മാറ്റിയിട്ടുണ്ടോ, ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടോ, മാറ്റി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവർ വയലൻ്റ് ആകുന്നുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു ട്രബിളുണ്ട്. ഈ നമുക്ക് ക്യൂരിയോസിറ്റി കൊണ്ട് പലരും ആളുകളെ കാണാൻ പോകും. ചിലരത് വലിയ വീഡിയോ ആക്കി എടുക്കും. ഐ മീൻ അവരുടെ ചാനൽ വളർത്തുന്നത് അതൊക്കെ വെച്ചിട്ടാണ്. ക്യൂരിയോസിറ്റി, ജനങ്ങളുടെ ക്യൂരിയോസിറ്റി വിറ്റ് കാശാക്കുക എന്ന് കേട്ടിട്ടില്ലേ? എന്താണ് ഇവർക്ക് പറയാനുള്ളത്, എന്താണ് ഇവർക്ക് കേൾക്കാനുള്ളത്? ബഷീറൊക്കെ അങ്ങനെയാണ്, ക്യൂരിയോസിറ്റി വെച്ചാണ് അവർ ക്യാഷ് ഉണ്ടാക്കിയത്. അല്ല ഇപ്പോൾ ഒരു കുടുംബത്തിൽ നടക്കുന്ന സംഗതി മനസ്സിലാക്കാൻ എന്താ പാരാ അങ്ങനെ ഓടിപ്പാൻ അങ്ങോട്ട് പോവുക. അപ്പോൾ ആ ക്യൂരിയോസിറ്റി, രണ്ട് ഫാമിലി ഒരേ വീട്ടിൽ ഇവരെങ്ങനെ താമസിക്കുന്നു, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു, ഇതാണ് കൺഫ്യൂഷൻ. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ പോകുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവരുടെ വിഷയവും. ഇവരെ വലുതാക്കുന്നത് നിങ്ങൾ ജനങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ടാണ് അവരിങ്ങനെ അനാവശ്യമായിട്ടുള്ള വീഡിയോസ് വിട്ട് അത് നമ്മൾ ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇവർ രണ്ടുപേരും വന്നിരിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ്. ഓഫ് കോഴ്സ് ഇസ്ലാം കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ ഇത് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു ഘട്ടമുണ്ട്. കാരണം ലൂത്ത് നബിയുടെ കഥ വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. കാരണം മറ്റൊന്നുമല്ല, മറ്റ് വിഭാഗക്കാരെ പോലെ ഇവർ ഒരു എന്താ പറയണേ അനാവശ്യമായിട്ട് ഈ ചാനൽ ഉപയോഗിച്ച് ഇങ്ങനെ കിടന്ന് സർക്കസുകൾ കാണിക്കാറില്ല. ഇവരും ആദില നൂറ ഇവരും അങ്ങനെ തന്നെയാണ്. രണ്ട് ചാനലിൽ കൂടെയാണ് കിടന്ന് അധിക്ഷേപങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രശ്നമല്ല അത്, സമൂഹത്തിൽ അക്സെപ്റ്റൻസ് കിട്ടാൻ വളരെ ചാൻസ് കുറവുള്ള ഒരു വിഭാഗമാണിത്. ഇവരുടെ ഈ വിവാഹം അതാണ് ഏറ്റവും കൺഫ്യൂഷൻ ആകുന്നത്. നമ്മൾ ആണ് പെണ്ണ് എന്നേ മനസ്സിലാക്കിയിട്ടുള്ളൂ. ആണ് കല്യാണം, പെണ്ണും കല്യാണം, അങ്ങനെ നമുക്കൊരു ഇതില്ല. പ്രത്യുൽപാദനം ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. അങ്ങനെ ഒരുപാട് നമുക്ക് ഒരു നോർമൽ മൈൻഡ് സെറ്റുള്ള ആൾക്ക് ഇത് ഒരിക്കലും ഉൾക്കൊള്ളാനാകത്തില്ല. അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ഇപ്പം രണ്ട് ഫ്രണ്ട്സ് ഒന്നിച്ച് താമസിക്കുന്നവർക്ക് താമസിക്കാം. പക്ഷേ അതിനകത്തൊരു വൾഗാരിറ്റി ഇൻ സെക്സിൽ വരുമ്പോൾ പ്രകൃതി വിരുദ്ധ സെക്സ് എന്ന് തന്നെയായിരിക്കും അതിനെ നമ്മൾ പറയുക, ഉൾക്കൊള്ളുക. അതിപ്പം ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് വെച്ചാൽ എനിക്ക് അതിനെപ്പറ്റിയൊന്നും വലിയ ഗ്രാഹ്യങ്ങളില്ല. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആദില നൂറ വിഷയത്തിലും ജാസി ഈ രണ്ടുപേരുടെ വിഷയത്തിലും ഇതിൽ ഒരാൾക്കാണ് തലയ്ക്ക് വെളിവില്ലാത്തത്, മറ്റേയാൾ ഓക്കെയാണ്. മറ്റേയാൾക്ക് ട്രാൻസായിട്ട് ജീവിക്കാനുള്ള ഒരു ലെവലാണ്, മൈൻഡ് സെറ്റ് അതാണ്. അതേസമയം ഈ ഒരാൾക്ക് അങ്ങനെയൊന്നുമില്ല. അവർക്ക് സപ്പോർട്ടീവായി വന്ന് നിന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് സ്വന്തം ജീവിതം കോഞ്ഞാട്ടയായതാണ് എനിക്ക് മനസ്സിലായത്. ഇതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളൊരു അഭിപ്രായം. പലരും വന്നിട്ട് ഈ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ ഇതിനെപ്പറ്റി അഭിപ്രായം പറയാനുള്ളത്, ഞാൻ ആ വിഭാഗത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതായത് വീടുകളിൽ നിന്ന് അടിച്ചു തുരത്തപ്പെട്ട പെൺകുട്ടികൾ, ആൺകുട്ടികൾ ഒക്കെ തന്നെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ അവർ സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് അവരുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുക എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നവളാണ്. അപ്പം എനിക്ക് ഇവരെ പറ്റി ഇത് പറയാൻ ഇഷ്ടമില്ല. പക്ഷേ സോ അൺഫോർച്യൂൺ ഈ പേക്കൂത്തുകൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അവർക്ക് കിട്ടേണ്ട സിമ്പതി പോലും ഇവർ മൂലം നിഷേധിക്കപ്പെടുകയാണ് സാധാരണ പതിവ്. സോ ഇതാണ് എൻ്റെ അഭിപ്രായം. ഇതിനകത്ത് ഒരു ക്രിമിനലുണ്ട്. ആ ക്രിമിനലാണ് ആ സ്ത്രീയായിട്ട് അഭിനയിക്കുന്നവർ. പക്കാ ക്രിമിനലാണ് അയാൾ. അത് ഇതുവരെയും അയാൾ പെണ്ണായി മാറുകയൊന്നും ചെയ്താൽ ഇതൊരു മുഖംമൂടി മാത്രമാണ്. ആ പയ്യൻ്റെ ലൈഫ് വെച്ച് കളിക്കുകയാണ്. അവളുടെ ലൈഫ് അവൾക്ക് അതൊരു വിഷയമായിരിക്കത്തില്ല, അവളോ അവനോ. പക്ഷേ മറ്റേ ചെറുക്കൻ്റെ കാര്യത്തിൽ പ്രശ്നമുണ്ട്. അവൻ്റെ ഉമ്മ കാര്യം മനസ്സിലാക്കി അവനെ തിരിച്ച് വിളിക്കുമ്പോൾ മര്യാദയ്ക്ക് കൊണ്ടുപോയി വിടുന്നതിന് പകരം ഞങ്ങൾ ഒരിക്കലും പിരിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ നല്ല പെട കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ് ഈ പെണ്ണ് കാണിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. പെണ്ണായിട്ട് അഭിനയിക്കുന്ന ആണാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അവർക്ക് ഹോർമോൺ ഇംബാലൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല എന്നുള്ളത് എൻ്റെ ഇത് രണ്ടും ട്രാൻസ് കമ്മ്യൂണിറ്റിയെ മിസ്യൂസ് ചെയ്തുകൊണ്ട് ആളുകളെ മിസ്ലീഡ് ചെയ്തുകൊണ്ട് കാണിക്കുന്ന പേക്കൂത്താണ്. ഒരുത്തർക്ക് ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല വരുമാനമുണ്ട്, മറ്റൊരാൾക്ക് ആരോഗ്യമുണ്ട് പക്ഷേ ജോലി ചെയ്യാൻ മടി, ഇവനെ താങ്ങി നടന്നു കഴിഞ്ഞാൽ അവനും ജീവിച്ചു പോകാം എന്നുള്ളതാണ്. ആൻഡ് ദേ ആർ എൻജോയിങ് ഈച്ച് അതർ വിത്ത് ഗേ സെക്ഷൽ. അപ്പോൾ അതുകൊണ്ടാണ് അവർ പിരിയാത്തതിൻ്റെ കാരണം. മറ്റവനിക്ക് ജോലിക്ക് പോകാനും വയ്യ, അത്യാവശ്യം അവൻ്റെ കാര്യങ്ങൾ ആ രീതിയിൽ സക്സസ് ആവുന്നുണ്ട്. ഇവൻ്റെ കുറേയധികം വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. മിക്ക ഇടങ്ങളിൽ ഇവൻ കൊതിയോടെ പെണ്ണുങ്ങളെ നോക്കണമെന്ന് കണ്ടിട്ടുണ്ട്. അപ്പം അവൻ്റെ ഒരു ഉള്ളിൽ അവൻ്റെ ആ ആൺമത്തമുണ്ട്. പക്ഷേ അത് എനിക്ക് പുറത്തേക്ക് കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇവൾ കൊല്ലും, ഇവളായിട്ട് അഭിനയിക്കുന്ന ഇവൻ കൊല്ലും, അവൻ അന്മാതിരി അവനെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അവൻ തന്നെ പറയുന്നുണ്ട് അവൻ്റെ ഒരു വീഡിയോയിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ആര് എടുത്ത് പെരുമാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം. പക്ഷേ കുടുംബം ഇടപെടാൻ പറ്റാത്ത തക്കവണ്ണം ഏജ്ഡാണ് രണ്ടുപേരും. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന ഒരു വ്യക്തി എപ്പോഴെങ്കിലും മാറി പുറത്തേക്ക് വന്നിട്ട് നമ്മളോട് സത്യം പറയും. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഓൾറെഡി പറഞ്ഞു, പക്ഷേ വീണ്ടും അവിടേക്ക് പോയിട്ടുണ്ട്. ഇനി അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളത്. മാക്സിമം സ്കിപ്പ് അടിച്ച് കളയുക, ഇഗ്നോർ ചെയ്യുക, ഇതിന് കൂടുതൽ അക്സെപ്റ്റൻസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്.
ഇത് ഇങ്ങനെ അല്ലാതെ ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്, അതും ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെയാണ്. അവർക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ വിത്തുകൾ ഇതുപോലത്തെ പേക്കൂത്തുകൾ കാണിക്കും. നമ്മുടെ കുടുംബത്തിൽ തന്നെ ചേർത്ത് പിടിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. അതൊരു അവസ്ഥയാണ്. ആ അവസ്ഥയെ നമ്മൾ ഉൾക്കൊള്ളുകയാണ് വേണ്ടത് എന്നാണ് ചുരുക്കം.